കൊല്ലത്ത് UDFന് 6 സീറ്റുകൾ ഉറപ്പെന്ന കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണ സർക്കാർ വിരുദ്ധ കാറ്റ് കൊല്ലം ജില്ലയിലും പ്രകടമാണെന്ന് ബിന്ദു കൃഷ്ണ 24 പറഞ്ഞു. കൊല്ലത്തെ ഇത്തവണ ഇടത് കോട്ട തകരുമെന്നാണ് ബിന്ദു കൃഷ്ണയുടെ ആത്മവിശ്വാസം. കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയ്ക്കൊപ്പമാണ് ഉള്ളത്. ഈ കഴിഞ്ഞ തവണയും 2 മണ്ഡലം മാത്രമാണ് UDFന് നേടാൻ കഴിഞ്ഞത്. ഇന്നിപ്പോൾ അവസാന ലാപ്പിൽ എത്തി നിൽക്കുകയാണ്. ഇന്ന് വൈകിട്ട് കൊട്ടിക്കലാശമാണ്. കൊല്ലത്ത് എത്ര സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്? കഴിഞ്ഞ തവണത്തെ അങ്ങേ തവണ ഞങ്ങൾക്ക് ഒരു സീറ്റ് പോലും ഇല്ലായിരുന്നു. അവിടെ നിന്ന് കഴിഞ്ഞ തവണ 2 സീറ്റ് വാങ്ങുകയും 3 സീറ്റ് നേരിയ മാർജിനുകൾക്ക് പരാജയപ്പെടുകയും ഉണ്ടായി. ഇത്തവണ കൊല്ലത്ത് കൂടുതൽ സീറ്റുകൾ എത്ര കുറഞ്ഞാലും ഒരു 6-നും 9-നും ഇടയ്ക്ക് സീറ്റുകൾ ഞങ്ങൾക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താണ് ആത്മവിശ്വാസത്തിന് കാരണം? കേരളമെമ്പാടും ജനദ്രോഹ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം അലയടിക്കുകയാണ്. കൊല്ലം ജില്ലയിൽ അത് വളരെ പ്രകടമാണ്. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പിൽ വളരെ വ്യക്തമായി മനസ്സിലായിട്ടുള്ളതാണ്. അതിനും അപ്പുറത്ത് വലിയ തരംഗമാണ് UDFന് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലത്തും സ്ഥിതി വ്യത്യസ്തമല്ല. പറഞ്ഞതുപോലെ ഇടത് കോട്ട എന്നാണ് കൊല്ലം അറിയപ്പെടുന്നത്. ഒരു പക്ഷേ കണ്ണൂരിനേക്കാൾ വലിയ ആത്മവിശ്വാസത്തോടു കൂടി ഇടത് പ്രചാരണത്തിന് ഇറങ്ങുന്ന ഒരു ജില്ലയാണ്. ഇത്തവണ അവരുടെ ആ ആവേശത്തിന് ഒരു കോട്ടം സംഭവിക്കുമെന്നുള്ളതാണ്. ജനങ്ങൾ തീരുമാനിച്ചാൽ ഏത് കോട്ടയാണ് പൊളിയാത്തത്? 30 വർഷക്കാലത്തെ കൊല്ലം കോർപ്പറേഷൻ്റെ 25 വർഷം കോർപ്പറേഷനും അതിനു മുമ്പ് 5 വർഷം മുനിസിപ്പാലിറ്റിയും ആ കോട്ട പൊളിച്ചില്ലേ ഞങ്ങൾ? കേരളമെമ്പാടും ആ LDFൻ്റെ കോട്ട പൊളിയും. അവർ PR വർക്ക് പോലെ ഒരു ബലൂൺ പോലെ ഊതി വച്ചിരിക്കുന്ന ആ ബലൂൺ ഒരു വോട്ടിംഗ് മെഷീനിൽ കൈ അമർത്തുമ്പോഴേക്കും ആ ബലൂൺ പൊട്ടിത്തകരും. വിജയം ഉറപ്പിച്ചിട്ടുള്ള മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൊല്ലം മണ്ഡലം തന്നെ ആയിരിക്കും. അങ്ങനെ ഒരു വിജയം ഉറപ്പിച്ചു കഴിഞ്ഞാൽ കൊല്ലത്ത് നിന്ന് UDFന് ഒരു മന്ത്രിയെ പ്രതീക്ഷിക്കാമോ? അത്തരം കാര്യങ്ങളൊന്നും അഭിപ്രായം പറയാൻ ഞാനാളല്ല. ഒരു കാര്യം മാത്രം, കൊല്ലത്തെ പ്രിയപ്പെട്ട ജനങ്ങളുടെ വിശേഷിച്ച് വോട്ടർമാരുടെ പിന്തുണയോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമാണുള്ളത്. 10 വർഷക്കാലമായി കൊല്ലം നിയമസഭാ മണ്ഡലത്തിൻ്റെ ഒരു MLA ഉള്ളതും ഇല്ലാത്തതും തുല്യമായിട്ടാണ് പോകുന്നത്. കേരളം ഉറ്റുനോക്കുന്ന കടുത്ത പോരാട്ടം നടക്കുന്ന 2 മണ്ഡലങ്ങൾ കൊല്ലം ജില്ലയിലുണ്ട്, കൊട്ടാരക്കരയും പത്തനാപുരം. അവിടെ ജനങ്ങൾ എന്ത് വിധി എഴുതുമെന്നുള്ളതാണ് പ്രതീക്ഷ. UDFന് അനുകൂലമായി തന്നെ വിധി എഴുതുമെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ബിന്ദു കൃഷ്ണയാണ് അപ്പോൾ 24-നൊപ്പം സംസാരിച്ചത്. അവസാന ലാപ്പിലും പ്രചാരണ തിരക്കിലാണ് ബിന്ദു കൃഷ്ണ. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സൂര്യഗായത്രി, 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.